ചേട്ടാ നമസ്കാരം. കുട്ടിച്ചേട്ടന്റെ എന്തെങ്കിലും വയലിനിസ്റ്റ് ആണെന്നൊക്കെ ഒരു വാർത്ത കേട്ടെ ഒരു കുട്ടിച്ചേട്ടന്റെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. അപ്പൊ കുട്ടിച്ചേട്ടന്റെ ഒരു വീഡിയോ കൂടെ നമുക്ക് വയലിൻ വീഡിയോ കൂടെ നമുക്ക് നിർത്താനോ എടുക്കാം എന്നാ കുട്ടിച്ചേട്ടാ. കുട്ടിച്ചേട്ടന്റെ ഒത്തിരി നാളായിട്ടുള്ള ആഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ ഈ ചേട്ടൻ വയലിൻ വായിക്കുന്നത്. കുറച്ച് പേരെങ്കിലും അറിയണമെന്നും കാണണം എന്നൊക്കെ ഉള്ള ആഗ്രഹം കുറച്ച് നാളായിട്ട്. അതെ അപ്പൊ ചേട്ടൻ ഇതുപോലെ വയലിൻ വായിക്കുമെന്ന് ഇവിടെ ഉള്ളവർക്ക് അതെ. അപ്പൊ ചേട്ടന്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നല്ലോ ഒരു അവസരം ഉണ്ടാക്കി തന്ന കാര്യങ്ങളാണ് സുനിയാണ്. അങ്ങനെ എനിക്കൊരു അവസരം കിട്ടിയത് ഫ്ലവേഴ്സ് ചാനലിൽ ഒരു പാട്ട് വായിക്കാൻ. അങ്ങനെ ഞാൻ ഫൈനത്താകും. നമ്മള് വീട്ടിലിരുന്ന് വായിക്കുന്ന ആഗ്രഹമുണ്ട് കേൾക്കാൻ പോകും. നമ്മള് സ്വന്തം ആസ്വദിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. താല്പര്യമൊക്കെ വായിച്ച ഒരു അവസരം ഉണ്ടാക്കി തന്ന നമ്മൾ തന്നെ. എനിക്ക് അത് ഒരിക്കലും മറക്കാനും പറ്റത്തില്ല. അതിന് എത്രയോ പേരെ എന്നോട് വിളിച്ച് അറിയിച്ചു ഓർണേഴ്സ് വരെ ഓക്കെ ആയിരുന്നു. ഇതെങ്ങനെ കിട്ടിയതായിരുന്നു, ഇങ്ങനൊരു അവസരം കിട്ടിയത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ഇതുപോലെ നമ്മള് ഹെൽപ്പ് ചെയ്ത ഒരു പാട്ട് ഹെൽപ്പ് ചെയ്തതാണ്. പാട്ട് കൂട്ടി ചേർന്ന് അറിയാവോ? ഇപ്പോഴത്തെ ഏതെങ്കിലും പാട്ട് അറിയാവോ? ഒന്നും അറിയത്തില്ല. ഇപ്പൊ പാട്ടൊന്നും ആണെന്നേ ഉണ്ടോ? ചുമ്മാ വായിക്കാനൊന്നും ഇല്ല. വായിക്കാനൊന്നും വായിക്കാനില്ല. ചുമ്മാ ഒരു എന്നാ പറയാ ഒരു പ്രത്യേക ടൈപ്പാ. ഈ ഡ്രമ്മിന്റെയും ഗിറ്റാറിന്റെയും റിതം അനുസരിച്ചാ പാട്ട് പോകും. മനസ്സിലായോ? ഇപ്പൊ അതിനകത്ത് വായിക്കാൻ നമുക്കില്ല. വരുന്നൊന്നും ഔട്ടല്ലേ, എന്നൊക്കെ ഔട്ടായിപ്പോ. ഈ റിതം ഗിറ്റാറും കീബോർഡ് പിന്നെ ഡ്രംസ് അത്ര മതി, എല്ലാം കിട്ടും. ബാക്കി ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. അപ്പൊ പാട്ടുമില്ല. അതാ റിതത്തിന്റെ അനുസരിച്ച് അവർ ലിറിക്സ് എഴുതും, അതനുസരിച്ച് ഡയറക്റ്റ് ചെയ്യും. പിന്നെ അത് സക്സസ് അല്ല, ലാസ്റ്റ് ചെയ്യല്ല. ഒരാഴ്ച ഒരു ദിവസം 3 ദിവസം പാട്ട്. ഇതൊക്കെ നമ്മൾ പഴയ പാട്ടുകൾ ഓർമ്മകളൊക്കെ ചെയ്യുക. അത് രാഗങ്ങളിൽ കൂടിയാണ്. അത് ഓടിച്ചെന്നാൽ കിട്ടുന്ന രസമല്ല. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള സംഗീത സംവിധായകൻ ആരാ പഴയ കാലത്തെ? പഴയ കാലത്തെ മത്സ്യക്കുട്ടി ബാബു, ബാബുരാജ, ഒന്ന്. പിന്നെ കെ ജെ ജോയി ഉണ്ട്. അങ്ങനെ പിന്നെ കെ ജെ ജോയിയോ? പിന്നെ ഒത്തിരി നല്ല ഡയറക്ടർമാരുണ്ട്, ഇഷ്ടം പോലെ. അവരൊക്കെ മനുഷ്യപോയി നല്ല പാട്ടൊന്നും അവരെ ഇപ്പോഴും നമ്മൾ ബാബുരാജിൻ്റെ ഒരു പാട്ട് കേട്ടാൽ നമ്മൾ പിന്നെയും വന്നൊരു കേട്ട് നിന്ന് പോകും. ഇപ്പോഴത്തെ പാട്ടൊന്നും ഒന്നും അല്ലത്. ഇപ്പം സ്വരമില്ല, സ്വരത്തിലല്ല പരിപാടി. മറ്റേ ഈ സ്വരം പഠിച്ചിട്ടാണ് പാടുന്നത്. സരിഗമ പദനി സനിത പമഗനി. ആ ബേസിക്കാണ് സ്വരബുക്ക്. അത് ഹാർമോണിയിൽ അവർ പാടുന്നവർ തൊണ്ടക്കളിയിൽ. അങ്ങനെ യേശുദാസൊക്കെ ഇങ്ങനെ സക്സസ് ആകും. പുള്ളി ഏത് ടോപ്പിലും പാടും, വെപ്പിച്ചു ഔട്ടായ. അത് നിങ്ങൾ അച്ഛൻ്റെ ഒരു അനുഗ്രഹം, പ്രാക്ടീസ് വേണം, അല്ലാതൊന്നുമല്ല. അവരനുഗ്രഹമാണ്. പിന്നെ ടൈമിങ്ങും ആ താളവും എല്ലാം കൂടെ ഒത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു അനുഗ്രഹം തന്നെയാണ്. ഇപ്പോഴും ഇതിൽ ഞാൻ പറയില്ല, ഗിറ്റാറും കീബോർഡ് പിന്നെ ഡ്രംസ് അവരെയൊക്കെ ഔട്ടായി. വയലിന് ഔട്ട്, വീണയില്ല, അങ്ങനെയൊന്നുമില്ല. ഫ്ലൂട്ട് ഇടയ്ക്ക് കീബോർഡിൽ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പം അത് എന്നാ പറയാ, ഒരു പ്രത്യേക ഒരു ടൈമിലാണ് പോവുക. നമുക്കത് ഒരു എന്നാ ഒരു സുഖമല്ല. ഇതനുസരിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക് പറ്റും കേട്ടോ. അവർക്ക് തുള്ളാനല്ലേ ഡ്രംസിന്, ഡാൻസിനുള്ള പാട്ട്. അതനുസരിച്ച് പടവും. ഇപ്പം പടമില്ലല്ലോ, പടത്തിൽ പാട്ടില്ല. എന്തെങ്കിലും സെറ്റപ്പ് കണ്ടെങ്കിൽ മറ്റേ നമ്മുടെ ഒരു പടം കാണാൻ പാട്ട് കേൾക്കാനാണ് പോകണം. ഈ പുതിയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ പൈസ ഇല്ലേലും പുറത്ത് നിന്ന് കേൾക്കുക. എന്നാൽ ചിലപ്പോൾ തിയേറ്ററിൽ പോകാൻ പൈസ ഇല്ലായിരിക്കും കാണാൻ.
പടം കാണാൻ പറ്റിയില്ലാത്ത അവസരം കൊച്ചിലൊക്കെ ഈ പാട്ട് കേട്ട് വെളിയിൽ നമ്മളെ പഠിക്കും. കേൾക്കുമ്പോൾ ഇന്ന് അതുവല്ലതും ഉണ്ടോ? ഇന്നൊക്കെ അന്നെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് കേട്ടാൽ നമുക്ക് ആ ഓർമ്മകളിൽ നിൽക്കും. അത് നല്ല അർത്ഥവത്തും ആശയങ്ങളുമുള്ള. ഇന്നിപ്പോൾ ചാടിക്കോ ഓടിക്കോ പിടിച്ചോ അവരെ അടിച്ചോ വിട്ടിച്ചു ഓക്കെ പരിപാടി. ഇപ്പോൾ ആ പടങ്ങൾ ഉടനെ അത് പറ്റുള്ളൂ. അവരെ കൊണ്ടും പറഞ്ഞിട്ട് കാലം മാറിപ്പോയി. പഴയ കാലം കുട്ടിച്ചേട്ടൻ്റെ ചെറുപ്പകാലത്ത് കുട്ടിച്ചേട്ടന് ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല പാട്ടുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ കുട്ടിച്ചേട്ടന് പറയാൻ പറ്റുന്ന എത്ര പാട്ടുകളുണ്ടാവും? പെട്ടെന്ന് ഓർത്ത് പറയാൻ പറ്റുന്ന പാട്ടുകൾ എത്ര ഉണ്ടാവും? അങ്ങനെ പാട്ടെന്ന് പറഞ്ഞാൽ പഴയ പാട്ടുകളെല്ലാം നല്ല ഒത്തിരി പാട്ടുകൾ ഓർമ്മയിൽ പാടാൻ നല്ല ഇതുള്ള ആശയങ്ങളുള്ള പാട്ടുകളുണ്ട്. അത് നമ്മൾ ഈ പാട്ട് കേൾക്കാൻ തന്നെ സിനിമ അന്ന് ചിലപ്പോൾ പൈസ ഇല്ലായിരിക്കുമല്ലോ പടം കാണാൻ. സിനിമാ തിയേറ്ററിൻ്റെ വെളിയിൽ പോയി നിന്ന് പാട്ട് ആസ്വദിക്കുന്ന കേട്ട് പഠിച്ച് ആസ്വദിച്ചിട്ടുണ്ട്. പാട്ട് മൂളിയിട്ടുണ്ട്. അത് തിയേറ്ററിൽ പോയി പൈസ ഇല്ലാന്ന് കാണാൻ. അതുപോലെ യേശുദാസിൻ്റെ ഒരു പ്രോഗ്രാം വന്നിട്ട് സാമ്പത്തികം ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ വെളിയിൽ സ്കൂളിലൊരു പരിപാടിയുണ്ട്. അന്ന് വെളിയിൽ പോയിരുന്നു. ഞങ്ങൾ പകുതി കഴിഞ്ഞാൽ ഞങ്ങളെ കയറ്റി വിട്ടത്. കാശില്ലാത്തതുകൊണ്ട് കയറ്റി വിടിയാണ്. പുള്ളിയുടെ ഒരു പ്രോഗ്രാം കാണാൻ വേണ്ടി കൊതിയല്ലേ, പാട്ടിനോട് ആഗ്രഹമൊക്കെ നമുക്കുണ്ട്. ഞങ്ങൾ വെളിയിൽ പോയിരുന്ന് പാട്ട് കേട്ടിട്ടുണ്ട്. എന്നിട്ട് ഹാഫ് ടൈം കഴിയുമ്പോൾ ഞങ്ങളെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കയറ്റി വിടും. അങ്ങനെ പോയി പാട്ടിനോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ട് ഞങ്ങൾ പോയി അതിന് മുഖം കണ്ട ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി. അന്നത്തെ അവസ്ഥ ഏതാ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പാട്ടിനോടുള്ള ആഗ്രഹം കൊണ്ട് കേട്ടോ ഞങ്ങൾ വെളിയിൽ പോയിരുന്നു കേട്ട്. ഞാനും എൻ്റെ ബ്രദറും ഉണ്ടായിരുന്നു പുള്ളി. ഞങ്ങളൊന്നിച്ച് പോയിരുന്നു പാട്ട്. ബ്രദർ ഏതെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പാടുമായിരുന്നു? പാട്ട് പാടുമായിരുന്നു. പാട്ട് പാടും. ബ്രദർ ഇപ്പം എന്ത് ഉണ്ടോ? ഇപ്പോഴുണ്ട്. വീട്ടിലുണ്ട്. വയ്യാത്ത അവസ്ഥയല്ല. ഞങ്ങളെല്ലാവരും പാട്ട് പോകണം. നാട്ടിൽ ഒരു കുടുംബമാണ്. പക്ഷേ അതുകൊണ്ട് സാമ്പത്തിക നഷ്ടമല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ക്ലാസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നല്ലാതെ ഇതുകൊണ്ട് നേട്ടങ്ങളൊന്നും നമുക്ക് ഒത്തിരി ബെനിഫിറ്റൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ വിദേശത്ത് പോയായിരുന്നു നടന്നേനെ. ആയ കാലം പോയി. പോസ്റ്റ്മാൻ പണിക്ക് പോയി. ആയ കാലം തീർന്നതാണ്. വളരെ ഇപ്പം വീട്ടിലിരുന്ന് ശ്വാസം മുട്ടുകളും വീട്ടിലിരുന്ന് ശ്വാസം മുട്ടുവാണോ? ഇങ്ങനെ പിന്നെ ഇതെടുത്ത് വായിച്ചൊക്കെ അങ്ങനെ ജോലി ലൈഫായി പോകും. ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാണ്. എൻജോയ് ചെയ്യുന്ന ഏറ്റവും ഇതിലാണ് എൻജോയ് ചെയ്യുന്നത്. ഏത് സാഹചര്യത്തിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും. സന്തോഷങ്ങളിലും ഒക്കെ ഇത് യൂസ് ചെയ്യും. ഓക്കെ ഓക്കെ ഒരു നല്ല സ്വരുപ്പ് വായിച്ചും അതാണ്. ഒരു 10 പാട്ട് വായിച്ചാൽ അത് യൂട്യൂബിലിട്ട് എടുക്കാൻ പറ്റുമോ? ആ ഇടാലോ. എത്ര പാട്ട് പാടണം? മൊത്തം 10 വായിക്കണം. വായിക്കാം. 10 പാട്ട് വായിച്ചാൽ യൂട്യൂബിലിട്ട് നമുക്ക് എന്തെങ്കിലും 10 പേര് അറിഞ്ഞാലോ? അതെ ബെനിഫിറ്റ്. അതെ 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 ഇന്നത്തെ കാലമല്ലേ. അതെ ടോപ്പ് വായനക്കാരെ കിടക്കുന്നു. അതെ നമ്മളെ തന്നെ ആവശ്യമൊന്നും അല്ല. കുട്ടിച്ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടെ പാടാൻ പറഞ്ഞു. ഏത് പാട്ടായിരിക്കും പാടാൻ പറ്റുന്നത്? പാടിക്കോ. നാടകഗാനം ഒത്തിരി
ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. കുട്ടിച്ചേട്ടൻ സന്തോഷായില്ലേ? ഒത്തിരി സന്തോഷായില്ലേ? അതാണ്. എത്ര കാലമായിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടിരിക്കണം? ഒത്തിരി കാലം. അത് ചേട്ടന്റെ ഒരു സ്വപ്നമായിട്ട് ഞാൻ വന്നതാണ്. ചേട്ടനോട് പറഞ്ഞപ്പോ ആഗ്രഹം സഫലമാകുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. ഓക്കെ, അതൊക്കെ ദൈവം വിചാരിക്കുന്ന പോലെ നടക്കട്ടെ. സക്സസ് ആവും നമുക്ക് വിചാരിക്കാം. ഓക്കെ, ഓക്കെ, സന്തോഷം. ഓക്കെ.